നമസ്കാരം. നമ്മൾ കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോയുമായിട്ട് വരുന്നത്. കുറേ ചെറിയൊരു ഗ്യാപ്പ് ആയിപ്പോയി. ഇപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു 5.1 ആംപ്ലിഫയർ ആണ്. ഇത് നമ്മൾ ഫ്യൂടെക്കിൻ്റെ FT003 മിനി ഡീകോഡറും അതേപോലെ തന്നെ FT004 റിമോട്ട് കിറ്റും കൂടെ, അതായത് ഇൻബിൽട്ടായിട്ട് ബ്ലൂടൂത്ത് ഉള്ള റിമോട്ട് കിറ്റും കൂടെ മെർജ് ചെയ്തിട്ട് ചെയ്ത ഒരു 5.1 ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ തന്നെയാണ്. കാരണം ഒരു 10 ഇഞ്ച് മുതൽ ഒരു 12 ഇഞ്ച് വരെയുള്ള സബ് വൂഫറും പിന്നെ നമുക്കൊരു 4 ഇഞ്ചിൻ്റെ പെർ ചാനൽ 4 ഇഞ്ചിൻ്റെ സ്പീക്കറും കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അക്രിലിക് പാനലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് മാറ്റ് ഗ്ലോസി ഫിനിഷിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. അതായത് ഇൻറ്റേർണൽ വീഡിയോസൊക്കെ നമുക്കൊന്ന് അതിൻ്റെ പാർട്സുകളൊക്കെ വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം. ഇതാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 25-0-25 ഒരു 5 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറും പിന്നെ അതേപോലെ തന്നെ അതിൽ തന്നെ 12-0-12 ഒരു 5 ആംപിയർ ടാപ്പിങ്, പിന്നെ ഒരു 2 ആംപിയർ 12-0-12 ഒരു 12-0-12ൻ്റെ തന്നെ ഒരു 1 ആംപിയർ ടാപ്പിങ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ പവർ സപ്ലൈ ഇത് നമ്മളുടെ ഈ ഒരു 5 ചാനൽ ബോർഡിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ 2050 ആണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇത് 12-0-12ലാണ്, അതായത് ഡ്യുവൽ സപ്ലൈയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് ഇവിടെയാണ്. അതായത് നമ്മൾ ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സെൻറ്റർ, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിത് സബിൻ്റെ ബോർഡാണ്. അതായത് ടിപ്പ് 30, 55, 29, 55ൻ്റെ ബോർഡാണ്. ഇതിൽ തന്നെ ഇൻബിൽട്ടായിട്ടുള്ള പവർ സപ്ലൈ എല്ലാം വരുന്നത്. നമ്മളിത് കംപ്ലീറ്റഡായിട്ട് ഗൾട്രോണിൻ്റെ കപ്പാസിറ്റി ഇട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പവറാണ് നമുക്കിത് കിട്ടുന്നത്. നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ബേസ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 5.1 സ്പീക്കർ പ്രൊട്ടക്ഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പവർ ട്രിക്കിൻ്റെയാണ്. പവർ ട്രിക്കിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് 12-0-12ൻ്റെ ഒരു 2 ആംപിയർ നമുക്ക് ഡയറക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. 12-0-12 ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മളിവിടെ ഒരു ബക്ക് കൺവേർട്ടർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളുടെ റിമോട്ട് കിറ്റിനും അതേപോലെ തന്നെ FT003 മിനി ഡീകോഡറിനും വേണ്ടിയാണ്. അത് 12 വോൾട്ടാണ്. നമ്മൾ 12 വോൾട്ട് DC വേണ്ടിയാണ് നമ്മൾ ഈ ബക്ക് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മിനി ഡീകോഡർ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മുടെ FT003 ആണ്. അതായത് ഫ്യൂടെക്കിൻ്റെ FT003 മിനി ഡീകോഡറാണ്. ഇതിലേക്ക് നമ്മൾ ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ HDMI, ARC, ഓപ്റ്റിക്കൽ, കോയാക്സിൽ ഈ 3 ഇൻപുട്ടുകളാണ് ഇതിലേക്കുള്ളത്. ഇവിടെ നമ്മൾ 12 വോൾട്ട് DC നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഇവിടെ ഔട്ട്പുട്ടായിട്ട് വന്നിട്ട് അത് നമ്മൾ നേരെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്യൂടെക്കിൻ്റെ FT004 റിമോട്ട് കിറ്റാണ്. ഇത് ഓൾറെഡി ഇതിലെ ഒരു ബാസിൻ്റെ, അതായത് സബിന് നമ്മളൊരു സെപ്പറേറ്റ് ഒരു സബ് പ്രീ സെക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അവർ ഇപ്പോൾ ഈ ഒരു മോഡലിൽ കൊടുത്തിരിക്കുന്നതാണ്. അതായത് ഫിൽറ്ററിങ് കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഓഡിയോ ക്വാളിറ്റി നല്ല ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ഈ ഒരു ഔട്ട്പുട്ട് നമ്മളുടെ ഈ FT004ലേക്ക് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നു. പിന്നെ ഇവിടെയാണ് 12 വോൾട്ട് DC ഇതിന് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ വരുന്ന കണക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ റിമോട്ട് കിറ്റിലേക്കും പിന്നെ നമ്മുടെ ഡീകോഡറിലേക്കുമുള്ള കണക്ഷൻസാണ് ഈ വരുന്നത്. ഇതാണ് നമ്മളുടെ 5.1 ഔട്ട്പുട്ട്. അതായത് 5 ചാനലിലേക്കുള്ള ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഇതിലേക്ക്, അതായത് ഈ 5 ചാനലിലേക്ക് ഇൻപുട്ടായിട്ട് വരും. പിന്നെ സബിൻ്റെ ഇൻപുട്ടും വരും. പിന്നെ ഇതാണ് ഡിസ്പ്ലേ, അതായത് നമ്മുടെ റിമോട്ട് കിറ്റിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ ഇതാണ് വരുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു LED ലൈറ്റ്, ബാക്ക് ലൈറ്റായിട്ട് നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ 2 സൈഡിലും. അതായത് മാസ്റ്റർ വോളിയം, സബിൻ്റെ വോളിയം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്.
നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ AC കോഡ് കൊടുത്തിരിക്കുന്നത് 3 പിൻ AC കോഡാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഗേജുള്ള വയർ തന്നെയായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് 5 ചാനലിനും പിന്നെ പ്ലസ് സബിനുമായിട്ടുള്ള സ്പീക്കർ സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കൂളിംഗ് ഫാനുണ്ട്. കൂളിംഗ് ഫാനിന് നമ്മൾ സെപ്പറേറ്റ് ഗ്രില്ല് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കൈ വരുന്ന ഈ ക്യാബിനറ്റ് തന്നെ കമ്പനി അതിലൊരു ഗ്രില്ല് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഗ്രില്ല് കൊടുക്കണ്ട. പിന്നെ നമ്മളിവിടെ വരുന്നത് OX 1 OX 2 ഈ 2 ഓപ്ഷനാണ് വരുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു ഇതിൻ്റെ ഹോളുകൾ വെറുതെ കിടക്കണ്ടല്ലോ എന്ന് കരുതി നമ്മളിവിടെ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഇവിടെ RCA സോക്കറ്റ് വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ മിനി ഡീകോഡർ. അപ്പോൾ മിനി ഡീകോഡറിൽ ഇവിടെ HDMI ARC പിന്നെ കോയാക്സിയൽ ഒപ്റ്റിക്കൽ പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഈ മാനുവലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻപുട്ട് ബട്ടണും കൂടെ ഒരു സ്വിച്ചും കൂടെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാനുവലായിട്ട് നമുക്ക് ഈ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ആംപ്ലിഫയറുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഒന്ന് ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കാം. അപ്പോൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഉള്ള ആംപ്ലിഫയറുകൾ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.